ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനറ്റമിസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ചില ചോദ്യങ്ങൾ തന്നെ നമുക്ക് പഠിക്കാം അല്ലേ. എല്ലാവരും ആനുവൽ എക്സാമിന്റെ തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനി ധാരാളം ചോദ്യങ്ങൾ വേണം നമുക്ക് കവർ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, മിസ്സിന്റെ കൂടെ ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കാണുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ക്ലാസിഫൈ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻ ടു ദോസ് that are required and those that are not required for the sprouting of seed and note them down in the science diary. അതായത് താഴെ പറയുന്ന ഘടകങ്ങളെ വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായി തരംതിരിച്ചിട്ട് നമുക്ക് രേഖപ്പെടുത്തണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്? വായു തന്നിട്ടുണ്ട്, എയർ തന്നിട്ടുണ്ട്, ഫേവറബിൾ ടെമ്പറേച്ചർ അനുകൂലമായ താപനില തന്നിട്ടുണ്ട്, വാട്ടർ, അതുപോലെ തന്നെ വളം, പിന്നെ നമ്മുടെ സൺലൈറ്റ്, സോയിൽ, ഇത്രയും ഘടകങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത്, ഏതൊക്കെയാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമല്ലാത്തത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, ഒരു വിത്ത് മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വിത്ത് നമ്മൾ നട്ടാൽ അത് മുളച്ചു വരാൻ പ്രധാനമായിട്ടും അല്ലെങ്കിൽ നിർബന്ധമായും ആവശ്യമായിട്ടുള്ളത് മൂന്ന് കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന്, നമ്മുടെ സ്വന്തം എയർ, അതായത് വായു നിർബന്ധമായിട്ടും വേണം. രണ്ടാമത്തത് വാട്ടർ, അതായത് വെള്ളം നിർബന്ധമായും വേണം. മൂന്നാമത്തതാണ് നമ്മുടെ ഫേവറബിൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അനുകൂലമായ താപനില. ഈ മൂന്ന് ഘടകങ്ങൾ നിർബന്ധമായും ഒരു വിത്ത് മുളയ്ക്കുന്നതിന് വേണം. അതായത് മണ്ണില്ലെങ്കിലും വിത്ത് മുളയ്ക്കും, അതുപോലെ തന്നെ സൺലൈറ്റ് ഇല്ലെങ്കിലും വിത്ത് മുളയ്ക്കും, അതുപോലെ വളമില്ലെങ്കിലും വിത്ത് മുളയ്ക്കും. പക്ഷെ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, വിത്ത് മുളച്ചു വന്നാൽ പിന്നീടുള്ള അവയുടെ വളർച്ചയ്ക്ക് ഈ പറയുന്ന മണ്ണും ഈ പറയുന്ന വളവും ഈ പറയുന്ന സൺലൈറ്റും ഒക്കെ നിർബന്ധമായും വേണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ തരംതിരിക്കുന്നത്? മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന 3 ഘടകങ്ങളെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ബാക്കി 3 വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ലാത്ത ഘടകമാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് സം മോർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് വിച്ച് ലീഡ്സ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യം നശിപ്പിക്കാൻ ഇടയാക്കുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്? യെസ്, വനനശീകരണവും ഉണ്ട്, പിന്നെ വയലുകളും ജലാശയങ്ങളും ഒക്കെ മണ്ണിട്ട് നികത്തുന്ന പരിപാടി, വിഷം കലക്കി മീൻ പിടിക്കൽ. അതൊക്കെ ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ചോദ്യം വരും, ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യം വരും. അപ്പോൾ ഇതൊക്കെ ജനറൽ ചോദ്യമാണ്. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഒക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇമ്മ്യൂണിറ്റി ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ആൻഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അതായത് പ്രതിരോധ ശേഷി എന്ന് പറയുന്ന ആശയം എന്താണെന്ന് പറയണം, സ്വാഭാവിക പ്രതിരോധ ശേഷിയും ആർജിത പ്രതിരോധ ശേഷിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ പറയണം. അപ്പം അതിൻ്റെ കൂടെ തന്നെയുള്ള രണ്ടാമത്തെ ചോദ്യമാണ്, വാക്സിനുകളും അവ തടയുന്ന രോഗങ്ങളുടെയും പേരെഴുതുക. അപ്പം എന്താണ് ഈ പറയുന്ന സ്വാഭാവിക പ്രതിരോധ ശേഷി അല്ലെങ്കിൽ എന്താണ് ആർജിത പ്രതിരോധ ശേഷി? നാച്ചുറൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയും അക്വയർഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയും. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗാണുക്കൾ കടന്നാൽ ആ രോഗാണുക്കളെ നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ അല്ലെങ്കിൽ സ്വാഭാവികമായി തന്നെ നമുക്ക് പ്രതിരോധിക്കാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിലുണ്ടാവും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ആർജിത ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ മീനിങ് എന്തായിരിക്കും? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ പോളിയോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന രോഗാണുക്കളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിന് ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള മരുന്നുകൾ നമ്മൾ കുത്തിവെക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ എക്സ്ട്രാ കുത്തിവെച്ചിട്ട് കിട്ടുന്ന രോഗപ്രതിരോധ ശേഷിനെ വിളിക്കുന്ന പേരാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ വാക്സിനുകളും ആ വാക്സിനുകൾ എടുക്കുന്ന ആ ഒരു പ്രായം അല്ലെങ്കിൽ ഏജ്, അത് ഏതൊക്കെ ഡിസീസസിന് വേണ്ടിയുള്ള വാക്സിനുകളാണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം എക്സാം എഴുതാനായിട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതുപോലെയുള്ള കുട്ടി ക്ലാസ്സസും കുട്ടി വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലിലെ ഫുൾ ടീച്ചേഴ്സ് ഇവിടെ സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും എല്ലാ ലൈവുകളും നിങ്ങൾ കാണുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.